അങ്ങനെ തുടരെയുള്ള വിജയങ്ങൾ സ്വന്തമാക്കി മുന്നേറുകയാണ് നടൻ മോഹൻലാൽ. തുടരും 200 കോടി ക്ലബിൽ കൂടി ഇടം പിടിച്ചതോടെ പുതിയൊരു മൈൽ സ്റ്റോണും മോഹൻലാൽ മറികടന്നു. എമ്പുരാന് പിന്നാലെയാണ് മറ്റൊരു ചിത്രവും മോഹൻലാലിന്റേതായി 200 കോടി നേടി നിന്നത് വളരെ ശ്രദ്ധേയമാണ്. തുടരും ഇപ്പോഴും പ്രദർശനം തുടരുന്നതിനിടെ മോഹൻലാലിന്റെ മറ്റൊരു സിനിമ കൂടി തിയേറ്ററിലേക്ക് എത്തുകയാണ്. മോഹൻലാൽ ആരാധകർക്ക് ആവേശം കൂട്ടി ചോട്ടാ മുംബൈയാണ് റീ റിലീസിനെത്തുന്നത്. മോഹൻലാൽ വാസ്കോ എന്ന തലയായി തകർക്കാടിയ ചിത്രമാണ് ചോട്ടാ മുംബൈ. അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചിത്രം മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് 21-ന് വീണ്ടും തിയേറ്ററുകളിൽ എത്തുകയാണ്. ഇപ്പോഴിതാ വിവരം പങ്കുവെച്ച് മോഹൻലാൽ തന്നെ പുതിയ പോസ്റ്റർ സൈബറിനടുത്ത് പങ്കുവച്ചിട്ടുണ്ട്. വാസ്കോഡ ഗാമിയായി മോഹൻലാൽ നിറഞ്ഞാടി ചിത്രം ഇന്നും ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. സ്ഫടികം, ദേവദൂതൻ, മണിച്ചിത്രത്താഴ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം റീ റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രമാണ് ചോട്ടാ മുംബൈ. ദേവദൂതന് ശേഷം ഹൈ സ്റ്റുഡിയോസ് ആണ് സിനിമ 4K ഡോൾബി അറ്റ്മോസിൽ റീമാസ്റ്ററിംഗ് ചെയ്യുന്നത്. ഭാവന, കലാഭവൻ മണി, വിനായകൻ, ജഗതി, രാജൻ പി ദേവ്, സിദ്ദിഖ്, ബിജുക്കുട്ടൻ, മണിക്കുട്ടൻ, സായ്കുമാർ തുടങ്ങിയവരും ചോട്ടാ മുംബൈയിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചിരുന്നു. സിനിമയിലെ പാട്ടുകളും ഡയലോഗുകളുമെല്ലാം ഇപ്പോഴും ട്രെൻഡിംഗ് ആയി തുടരുകയാണ്. 4K ദൃശ്യമികവിലാണ് ചിത്രം എത്തുന്നത്. റിലീസ് ചെയ്ത് 18 വർഷങ്ങൾക്ക് ശേഷമാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കളക്ഷനിൽ ചിത്രം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ. ചിത്രത്തിന്റെ ആദ്യ ഷോയെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചോട്ടാ മുംബൈയുടെ ആദ്യ ഷോ രാവിലെ 7 മണി മുതൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ പല തിയേറ്ററുകളിലും സിനിമയ്ക്കായി മോഹൻലാൽ ആരാധകർ ഫാൻ ഷോകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. മോഹൻലാൽ മാത്രമല്ല, ചിത്രത്തിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും പ്രേക്ഷക മനസ്സിൽ ഇന്നും വലിയ സ്വാധീനമുണ്ട്. സിദ്ദിഖിന്റെ മുള്ളൻ ചന്ദ്രപ്പനും, ജഗതിയുടെ പടക്കം ബഷീറും, കലാഭവൻ മണിയുടെ വില്ലൻ വേഷവും, ബിജുക്കുട്ടന്റെ സുശീലനും, രാജൻ പി ദേവന്റെ പാമ്പ് ചാക്കോയും, ഭാവനയുടെ ലതയും തുടങ്ങി ഇന്നും സിനിമയിലെ ആഘോഷിക്കപ്പെടുന്ന കഥാപാത്രങ്ങളുടെ നിര വളരെ വലുതാണ്. മണിൻ പിളരാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിൻ പിളരാജു, അജയ് ചന്ദ്രൻ നായർ, രഘുചന്ദ്രൻ നായർ എന്നിവരാണ് ചിത്രം നിർമ്മിച്ചത്. തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ബെന്നി പി നായരമ്പലമാണ്. അടകപ്പനാണ് ഛായാഗ്രഹണം. ശരത് വാലാർ ഗാനരചനയും രാഹുൽ രാജ് സംഗീത സംവിധാനവും നിർവഹിച്ചു. മോഹൻലാലിന്റേതായി റീ റിലീസ് ചെയ്യുന്ന 4ാമത്തെ സിനിമ കൂടിയാണ് ചോട്ടാ മുംബൈ. ഈ അവസരത്തിൽ ഇതുവരെ റീ റിലീസ് ചെയ്ത മോഹൻലാൽ പടങ്ങളുടെ ബോക്സ് ഓഫീസ് കണക്കും ശ്രദ്ധ നേടുകയാണ്. സ്ഫടികമായിരുന്നു ആദ്യമായി റീ റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രം. 4.82 കോടിയാണ് ഈ പടം നേടിയതെന്ന് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ശേഷം എത്തിയത് ദേവദൂതൻ എന്ന ചിത്രമായിരുന്നു. ഈ ചിത്രമാണ് മലയാളത്തിൽ ഇതുവരെ റീ റിലീസ് ചെയ്ത പടങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത്. 5.4 കോടി രൂപയാണ് ദേവദൂതന്റെ കളക്ഷൻ. പിന്നാലെ മലയാളത്തിന്റെ കൾട്ട് ക്ലാസിക് ചിത്രം മണിച്ചിത്രത്താഴ് റീ റിലീസ് ചെയ്തു. 4.4 കോടിയായിരുന്നു അന്ന് മണിച്ചിത്രത്താഴ് നേടിയത്. എമ്പുരാൻ, തുടരും എന്നീ സിനിമകളെ വമ്പൻ വിജയത്തിന് പിന്നാലെ എത്തുന്ന ചോട്ടാ മുംബൈയും പ്രേക്ഷകർ വൻ വിജയമാക്കുമെന്നാണ് വിലയിരുത്തലുകൾ.